വൃദ്ധമർദ്ദകി മഞ്ജു അട്ടക്കുളങ്ങര ജയിലിൽ മര്യാദക്കുട്ടി. കൊല്ലം തേവലക്കരയിൽ 80-കാരിയായ ഏലിയമ്മ വർഗീസ് എന്ന വൃദ്ധയായ ഭർത്തൃമാതാവിനെ ഉപദ്രവിച്ച മരുമകൾ മഞ്ജുമോൾ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന് ഇന്നലെ ഞങ്ങൾ വാർത്ത നൽകിയിരുന്നല്ലോ. തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് മഞ്ജുമോളെ റിമാൻഡിൽ പാർപ്പിച്ചിരിക്കുന്നത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിന്റെ ജയിൽ ഡേ ആയിരുന്നു ഇന്ന്. മഞ്ജുമോൾ ജയിൽ ഡേയിൽ വളരെ ഉത്സാഹപൂർവ്വം പങ്കെടുത്തു എന്ന വിവരമാണ് ITV ന്യൂസിന് ലഭിച്ചത്. സഹതടവുകാരോടെല്ലാം വളരെ മാന്യമായാണ് പെരുമാറുന്നതെന്നും ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്, യാതൊരു സങ്കടവും മഞ്ജുമോൾക്കില്ല എന്നാണ് വിവരം. തിങ്കളാഴ്ച ജയിൽ ഡോക്ടർ എത്തുമ്പോൾ മഞ്ജുവിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നും ജയിലിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞു. അതുപോലെ മഞ്ജുമോൾ തോമസ് അധ്യാപികയായി ജോലി നോക്കിയിരുന്ന തേവലക്കര ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക പദവിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് സ്കൂൾ അധികൃതർ ഉത്തരവിറക്കി. സ്കൂൾ പ്രിൻസിപ്പലിന്റെയും സഹ അധ്യാപികയുടെയും വാക്കുകൾ കേൾക്കാം. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങളിത് അറിഞ്ഞത്. വീഡിയോ പലതരത്തിൽ ചാനലിലൂടെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പുതിയ ഒരു അറിവായിട്ട് തോന്നി. ഞങ്ങൾക്ക് അതിശയം വന്നു, ഞങ്ങളുടെ തന്നെ ടീച്ചറാണോ എന്ന്. അപ്പം ഞങ്ങളിരുന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു ടീച്ചറിനെ പഠിപ്പിക്കാൻ ഇവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ടീച്ചറിനെ ടെർമിനേറ്റ് ചെയ്ത് ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും എത്തത്തക്ക രീതിയിൽ ഉടൻ തന്നെ ഞങ്ങൾ മെസ്സേജ് ഇട്ട് പിന്നെ അങ്ങനെ ടീച്ചറിന് ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ വർഷമാണിത്. കുട്ടികളോട് വളരെ നല്ല പെരുമാറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് നല്ലൊരു ടീച്ചറായിട്ട് തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്ക് അല്പം പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു. അത് ഒരുപക്ഷെ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അല്പം ഇടപെട്ട് ഹസ്ബൻഡിനെയൊക്കെ ഇവിടെ പഠിച്ച് ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങാൻ പറ്റുന്ന ഒരാളായിരുന്നു ജെയ്സ്. പക്ഷെ ഞങ്ങളിത് അറിഞ്ഞില്ല, ഇങ്ങനെ അവർ തമ്മിൽ അല്പം ചേർച്ച ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇടപെടുകയും വേണ്ട തരത്തിലുള്ള നിർദ്ദേശം എന്തെങ്കിലും കൊടുത്ത് ഇതിൽ നിന്ന് ഒരു പക്ഷേ രക്ഷപ്പെടുത്താൻ മതി. ഞങ്ങൾക്ക് അറിയത്തില്ല, നിഗൂഢതയിൽ ഉള്ളൊരു കാര്യമായിരുന്നത്. നല്ല കണ്ട് ഞാൻ 2-3 തരം എല്ലാ ശരിക്കും ഒരിക്കലും അല്ല. ടീച്ചർ വരും, പുള്ളി അല്പം സീരിയസ് മൈൻഡഡ് ആളാണ്. എങ്കിലും കാലത്ത് നേരത്തെ വരും. 2 കുട്ടികളുണ്ട്, അവരെ ഇവിടെ 2 ക്ലാസ്സിൽ കൊണ്ടിരുത്തും. പുള്ളി ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പുള്ളിയുടെ ഇതെല്ലാം കഴിയുമ്പോഴാണ് പോകുന്നത്. കുട്ടികളോട് സീരിയസ് ആയിട്ടൊക്കെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുമൊക്കെ പെരുമാറിയാലും പുള്ളി വേറൊരു സൈഡിൽ കുട്ടികളെ കൺസിഡർ ചെയ്യുന്നതും അവരോട് കരുതൽ കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ചില സന്ദർഭങ്ങളിലൊക്കെ എന്നോട് വന്ന് ടീച്ചറെ അവർക്ക് ഇത് ചെയ്ത് കൊടുക്കുക, അത് ഞാൻ ചില നോ പറയുമ്പോഴും ടീച്ചർ പറയും സാരമില്ല എന്ന് പറയുമ്പം ഞാൻ മനസ്സിലാക്കിയത് കുട്ടികളോട് കരുതലും സ്നേഹവും ഉണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് വളരെ മോശമായിപ്പോയി. കുഞ്ഞിന് ജീവിതത്തിൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരിക്കലും ചെയ്യിക്കരുതായിരുന്നു. അത് വളരെ നിർദ്ദയമായ ഒരു കാര്യമായിപ്പോയി. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് ഉടനടി ഒരു കാര്യത്തിന് നമ്മളൊരു കാര്യം കണ്ടിട്ട് ഉടനടി അങ്ങ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ഉടനെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞ് അത് നന്നായിരിക്കുന്നു, ഗുഡ് ഡിസിഷൻ എന്നെല്ലാം പറഞ്ഞു. 9:30 മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു നടപടി ഞങ്ങൾക്ക് അറിയുന്ന ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഒരിക്കലും ഇങ്ങനെയുള്ള ടീച്ചറിനെ നമുക്കിവിടെ വെക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എനിക്ക് എൻ്റെ അധികാരികളോട് കൺസൾട്ട് ചെയ്യണമായിരുന്നു. അത് ചെയ്തതിന് ശേഷം ഞാനത് ചെയ്തു. ഞങ്ങളുടെ സ്കൂളിൽ 3 വർഷമായി ടീച്ചർ വന്നിട്ട് ഞങ്ങളടുത്തൊക്കെ സാമാന്യം നല്ല രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. അതുപോലെ തന്നെ സ്കൂളിലും കുട്ടികളോടും ഒപ്പം തന്നെ. പിന്നെ ടീച്ചറിൻ്റെ വീട്ടിലെ സ്വഭാവം നമുക്കറിയില്ലല്ലോ അതെങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല രീതിയിലായിരുന്നു. ഈ ഒരു നടപടിയിൽ ഒരു അമ്മ എന്ന നിലയിൽ സന്തോഷിക്കുന്നുണ്ട്. ഈ ഒരു സ്കൂളിൽ ഒരു അമ്മ എന്ന നിലയിൽ ആ അമ്മച്ചിയെ ചെയ്തതിലോർത്ത് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഒരു ടീച്ചർ ഇങ്ങനെ ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾക്ക് വളരെ ഒരു ദുഃഖവും ഒരു എന്താ പറയുക ഒരു നാണക്കേടും. ഈ
ഈ ഒരു ഇത് കണ്ടില്ലായിരുന്നു, ടീച്ചർ കണ്ടില്ലായിരുന്നു? കണ്ടു. പുറത്താക്കി, സ്കൂളിൽ നിന്ന് അത് പുറത്താക്കി. ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കി. അത് ഞങ്ങളെല്ലാ പേരൻസിനും ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു അമ്മയോട്, മാതാവിനോട് ചെയ്തതിൽ നമുക്കതല്ല, നമ്മളിപ്പോ ഒരു ടീച്ചർ ആയാലും ആരായാലും എപ്പോഴും ന്യായത്തിനും നീതിക്കുമാണ് ഒപ്പത്തിനെ നമ്മൾ നിൽക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ആരായാലും അവർക്ക് ശിക്ഷ ലഭിക്കണം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു അമ്മച്ചിയോട് അത് ചെയ്തുകൊണ്ട്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.